അങ്ങനെ ഗംഗാവലിപ്പുഴയിലിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അവന്. ഞാൻ അപ്പോഴേ പറഞ്ഞു ലോറിക്ക് അധികം പരിക്കുണ്ടാവില്ല, ക്യാബിന് അധികം പരിക്കുണ്ട്, ചിന്നിച്ചിതറൂല. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഓന ആ ക്യാബിൻ്റെ ഉള്ളിലുണ്ടാവും. ഞാൻ പറഞ്ഞതാ, ശരിയായില്ലേ? ഉറപ്പായിട്ടും ഓനെയും കൊണ്ടിട്ട് നമ്മൾ പോവുള്ളൂ. ആ ഒരു ഉറപ്പാണ് കുടുംബത്തിന് നൽകിയിരുന്നത്. അതെ, അർജുൻ്റെ അമ്മയ്ക്ക് നൽകിയ ഉറപ്പ് പാലിച്ച് ഞാൻ അവിടെ എത്തിക്കൂ. കഴിഞ്ഞ 2 മാസം വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നു. തീർച്ചയായിട്ടും. കാരണം ഈ തെരച്ചിൽ വീണ്ടും വീണ്ടും പുനരാരംഭിക്കുന്നതിന് വേണ്ടി മുട്ടാത്ത വാതിലുകളില്ല. ഒരു സാധാരണ എന്താ പറയുക, മനാഫിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണ് നിറഞ്ഞു പോവും. അത്രയും തീരാ നോവായിട്ടാണ് ഇന്ന് അർജുൻ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. 71 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ ഇന്നലെ അർജുനെ കണ്ടെത്തി, ലോറി കണ്ടെത്തി. ലോറിൻ്റെ ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടായിരുന്നു. അവിടെ എന്താണ് മനാഫും വിതുമ്പിക്കൊണ്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ മനാഫിനെ നമ്മളെല്ലാവരും കുറ്റപ്പെടുത്തുമായിരുന്നു. ഈ പറയുന്ന ഞാനും കുറച്ച് തെറ്റിദ്ധരിച്ചു പോയി. എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ഒരു എന്താ പറയുക, അത്രയും നാളായിട്ടും അർജുന് കാണാത്തത് കൊണ്ടുള്ള ആ ഒരു വിഷമം കൊണ്ടാവാം നമ്മൾ ഉൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ ഓരോരുത്തരും മനാഫിനെ കുറ്റപ്പെടുത്തിയത്. എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ, അദ്ദേഹം അർജുൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാക്ക് പാലിച്ചു. ജീവനോടെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിന് സാധിച്ചില്ല. ഇപ്പോൾ എന്താ പറയുക, അവർക്ക് അന്ത്യകർമ്മം ചെയ്യാൻ ആ ഒരു ബോഡിയെങ്കിലും തിരിച്ചു കിട്ടി. അപ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. തീരാ നോവായിട്ട് തന്നെയാണ് അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണ് അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ആരെയും ഇങ്ങനെയും കാത്തിരുന്നിട്ടുണ്ടാവില്ല. എന്താ പറയുക, കേരള ജനത ആരെയും ഇതുപോലെ കാത്തിരുന്നിട്ടുണ്ടാവില്ല. ആ ഒരു കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ടാണ് അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ 71 ദിവസം ആയി എങ്കിൽ കൂടെ നമുക്ക് ഇന്നലെ വരെയും അർജുൻ തിരിച്ചു കിട്ടും എന്നൊരു പ്രതീക്ഷ കൈവിടാതെയാണ് കേരളക്കാരെ ഒന്നടങ്കം ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അർജുൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അർജുൻ തിരിച്ചു വരുമായിരിക്കും, എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കും, അർജുൻ എവിടെയെങ്കിലും കാട്ടിലോ എവിടെയെങ്കിലുമൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടാവും എന്നൊക്കെ നമ്മളൊരു നിമിഷം ചിന്തിച്ചു പോയ ഒരു നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ അധീനമായിട്ടാണ് അർജുൻ പോയിരിക്കുന്നത്. പിന്നെ 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. അവരെയും കൂടെ കണ്ടെത്താനുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു ഒന്നും കൂടെ നേരത്തെ ആക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, അർജുനെ തിരിച്ചു കിട്ടാൻ സാധിക്കുമായിരുന്നു. വെള്ളത്തിൽ തന്നെയായിരുന്നു അവർ. പല കരയിലുമൊക്കെ കുറേ അന്വേഷിച്ചു, എന്നിട്ടാണ് പിന്നെ വെള്ളത്തിലോട്ട് പോയത്. അപ്പോഴും മനാഫ് പറയുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ തന്നെ ഉണ്ടാവും, ക്യാബിനുള്ളിൽ തന്നെ അർജുൻ ഉണ്ടാവുമെന്ന് അപ്പോഴും മനാഫ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയില്ലല്ലോ എവിടെയാണ്, ഒരു സൂചന പോലും ലഭിക്കാതെ എവിടെയായിരിക്കും, ജീവന് വേണ്ടിയിട്ട് എല്ലാവരും തെരച്ചിലായിരുന്നു. എന്താണെങ്കിലും അർജുൻ്റെ വേർപാട് എല്ലാവർക്കും ഒരു തീരാ നോവ് തന്നെയാണ്. ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു ഇത് തന്നെയാണ്. ഇത്രയും പ്രാർത്ഥന ഒരാൾക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അർജുന് കിട്ടിയ ആ ഒരു പ്രാർത്ഥന ഒരു മനുഷ്യനും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും ചെറിയ കുഞ്ഞുങ്ങളടക്കം അർജുനെ നിനക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ തിരിച്ചു വരണം എന്നുള്ളത്. ഇപ്പം മരിച്ചാൽ കൂടി നിൻ്റെ ഓർമ്മകൾ എന്നും എല്ലാവരുടെ മനസ്സിലും, ഞങ്ങളെല്ലാവരുടെ മനസ്സിലും എന്തായാലും ഉണ്ടാവും. എന്തായാലും ആ അന്ത്യകർമ്മം ചെയ്യാൻ വേണ്ടി ആ കുടുംബത്തിനെങ്കിലും ആ ഒരു ബോഡിയെങ്കിലും തിരിച്ചു കിട്ടില്ല. അങ്ങനെയെങ്കിലും നമുക്ക് സമാധാനിക്കാം. ഇപ്പോൾ ആ സഹോദരി പറയുന്ന കുറച്ച് വാക്കുകൾ കേട്ടിട്ട് നമുക്ക് വരാട്ടോ, ഒന്ന് കേട്ട് നോക്കൂ. ഇപ്പം മനാഫ്ഖാൻ്റെതായിട്ടുള്ള ഒരുപാട് വഴികളിലൂടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിരുന്നു. അപ്പം ഇത് നമ്മൾ മുബിൻ ഖാൻ എന്ന് പറഞ്ഞൊരാളുണ്ട്, ഈ ലോറിൻ്റെ യഥാർത്ഥ ഓണറാണ്. പുള്ളി നമ്മുടെ കുടുംബത്തിൽ, ഇപ്പം ഞാൻ അവിടെ പോയി നിന്ന സമയത്താണ് നമ്മുടെ കൂടെ തന്നെ പുള്ളിയുണ്ട്. പുള്ളി സൈലൻ്റാണ്, ആരും അറിയുന്നില്ല, അറിയപ്പെടാത്ത ആളുകളാണ്. പിന്നെ നമ്മുടെ ഈ വികാരത്തെ ചൂഷണം ചെയ്ത് മൈലേജ് എടുത്ത ഒരുപാട് അങ്ങനത്തെ യൂട്യൂബ് ചാനലുകൾ അത് വേറെ ഉണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ, അർജുൻ എന്താ സംഭവിച്ചത്, അർജുനെ ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഒരു ചോദ്യമായിരുന്നു. അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഭയങ്കര വേദനയുള്ള സംഭവമാണ്. നമുക്കൊരിക്കലും അവനെ തിരിച്ചു കിട്ടൂല. അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ഞങ്ങൾ അനിയനെ. അർജുൻ ഞാൻ ഒരിക്കലും അവനെ വിളിച്ചില്ല, എൻ്റെ കുട്ടനാണ്. ഞങ്ങൾ വീട്ടിലെല്ലാവരും കുട്ടനാണ്, ഞങ്ങളെല്ലാവരും കുട്ടാന്നാണ് വിളിക്കൽ. കുട്ടന് ഞങ്ങളെ കൂടല്ല, പക്ഷെ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക്. അർജുൻ്റെ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ലോറിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ഇതായിരുന്നു. അതെന്തായാലും മാറിക്കിട്ടി. അർജുൻ്റെ മൃതദേഹം തിരിച്ച്
കിട്ടിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. എന്താ പറയുക, മനാഫിന് പുറമെ ലോറിയുടെ യഥാർത്ഥ ഉടമ മുജീബ് എന്ന് പറഞ്ഞ ആളും കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അയാളെ ആരും അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ എല്ലാവരുടെയും കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് 2 മാസത്തെ എന്താ പറയുക 2 മാസം അല്ലെ 71 ദിവസം എന്ന് പറയുന്നത് അത്രയും മാസങ്ങൾ അർജുൻ വെള്ളത്തിനടിയിൽ ആ ക്യാബിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ ഒരു ഇതിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അർജുൻ ഉറങ്ങിയ നിലയിലാണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ എത്രമാത്രം സത്യമാണെന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ചു കൊടുക്കുമെന്നൊക്കെയാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇന്നെന്തായാലും അർജുൻ്റെ മൃതദേഹം വീട്ടുകാർക്ക് തിരിച്ചു കൊടുക്കുമായിരിക്കും. എന്തായാലും എല്ലാവർക്കും തീരാ നഷ്ടം തന്നെയാണ് അർജുൻ്റെ ഈ ഒരു വേർപാട്. എല്ലാവർക്കും തീരാ നഷ്ടം തന്നെയാണ്. അപ്പോൾ എത്ര പറഞ്ഞാലും ആ ഒരു സങ്കടം വിട്ടു മാറില്ല. എന്നും എല്ലാവരുടെ മനസ്സിലും അർജുൻ ഒരു തീരാ നോവായി തന്നെ അവശേഷിക്കും. അപ്പോൾ അർജുൻ അവിടെ എന്താണ് ഗംഗാവലി പുഴയിൽ നിന്നും ആ ലോറി എടുക്കുന്നതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളുണ്ട് കൂടെയുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം. ഒന്ന് കണ്ടു നോക്കൂ. എന്താ പറയുക, ആ ലോറിയുടെ അവസ്ഥ കണ്ടാൽ തന്നെ ആരുടെയും കരൾ അലിയിപ്പിക്കുന്ന ഒരു അവസ്ഥയാണല്ലോ ആ ലോറിയുടെ അവസ്ഥ. എന്ത് തന്നെയാണെങ്കിലും ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ. ഇപ്പോൾ എന്തായാലും അർജുൻ്റെ വൈഫിന് ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്, ഗവൺമെൻറ് ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ കുറേയൊക്കെ അനാസ്ഥ കൊണ്ട് തന്നെയാണ് ഇത്രത്തോളം പ്രശ്നങ്ങളായിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഗവൺമെൻറ് ഇതിന് മുൻകൈ എടുത്തിരുന്നെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അർജുനെ പെട്ടെന്ന് തന്നെ കിട്ടിയെന്നെ. ഇവരിപ്പോൾ എന്തൊക്കെ പറയുകയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും ഒരുപാട് ഇത് വന്നിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കണ്ടെത്തലിന് ഇത്രയും വൈകിയത്. ഈ ഒരു ഇപ്പോൾ ഉപയോഗിച്ച ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് നേരത്തെ തന്നെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അർജുൻ ഇന്ന് ജീവനോടെ കൂടി കിട്ടിയിട്ടുണ്ടാവും. പുഴയിലാണ് എന്ന് അറിഞ്ഞ സ്ഥിതിക്ക് ആ പുഴ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ അർജുൻ ഇന്ന് നമുക്കൊരു തീരാ നോവായി മാറില്ലായിരുന്നു. എന്ത് തന്നെയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് അനാസ്ഥകൾ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വിധി ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. അർജുൻ ഒരു രക്തസാക്ഷിയായി എന്തായാലും നമ്മുടെ മനസ്സുകളിൽ എന്തായാലും എന്നും ഒരു നീരാ നോവായിട്ട് അർജുൻ നമ്മുടെ മനസ്സുകളിൽ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവും. ഈ ഒരു 2 മാസക്കാലം എല്ലാവരും അർജുൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. പക്ഷേ ആ ഒരു കാത്തിരിപ്പിനെല്ലാം വിരാമം കുറിച്ചുകൊണ്ട് അർജുൻ്റെ ലോറി കണ്ടെത്തി അർജുൻ എന്താ പറയുക മരണത്തിന് കീഴടങ്ങിയിട്ടാണ് നമുക്ക് എന്തായാലും തിരിച്ചു കിട്ടിയത്. എന്ത് തന്നെയാണെങ്കിലും ഇതിൽ ഒരുപാട് എന്തൊക്കെയോ രാഷ്ട്രീയ കളികളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതെല്ലാം പുറത്ത് വരട്ടെ. ഇനിയിപ്പോൾ എന്ത് പുറത്ത് വന്നിട്ടും കാര്യമില്ല. അർജുനെ ജീവനോടെ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. ആ കുഞ്ഞിനും അവൻ്റെ ആ കുടുംബത്തിനും ഒരു നഷ്ടം മാത്രമായി അവശേഷിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും സ്നേഹിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു തീരാ നഷ്ടമായിരിക്കും അർജുൻ്റെ വേർപാട്. ഈ ഒരു വിധി ഇനി ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. എന്ത് തന്നെയാണെങ്കിലും ഇത്ര ദിവസം കൊണ്ട് ആ ബോഡിയെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അതെങ്കിലും മറവ് ചെയ്ത് ആ ഒരു ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ഗംഗാവലി പുഴയിൽ ഒടുങ്ങേണ്ടി വന്നില്ലല്ലോ. അർജുന അവിടെ തന്നെ ജീവൻ ഇതാവേണ്ട വന്നില്ല. തന്നെയാണെങ്കിലും കുടുംബത്തിന് ആ ഒരു ബോഡിയെങ്കിലും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിലും നമുക്കിപ്പോൾ ആശ്വസിക്കാം. അത്ര മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ നമുക്ക് ആശ്വസിക്കാൻ പറ്റുന്നൊരു ഏക ഇത്, അല്ലാതെ മറ്റൊന്നുമില്ല. എന്തായാലും മരണത്തിന് കീഴടങ്ങി എല്ലാവരും പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് ക്ഷമ നൽകാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.